ചേച്ചിയുടെ പ്രോഗ്രാമിന് സാധാരണ നമ്മൾ ഓരോരുത്തരെ വിളിച്ചിട്ട് അവരവരുടെ ഗസ്റ്റായിട്ട് ആരെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കും. എന്നിട്ട് അതിൽ നിന്ന് കുറേ പേരെ വിളിക്കുമ്പോൾ പല അസൗകര്യങ്ങൾ കാരണം പലർക്ക് വരാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ 10 പേരുടെ ഒരു ലിസ്റ്റ് ഇട്ടാൽ അതിൽ നിന്ന് നമുക്ക് അവസാനം 4 പേരെയൊക്കെയാണ് കിട്ടുക. സുമാരി ചേച്ചിയുടെ കാര്യത്തിൽ മാത്രം അങ്ങനെയല്ല. ഒരു ലിസ്റ്റ് ഇട്ടിട്ട് നമ്മൾ തന്നെ കുറേ പേരെ വെട്ടി. കാരണം വിളിച്ചവരെല്ലാവരും റെഡിയാണ്. സുമാരി ചേച്ചിയുടെ കാര്യം എല്ലാവരും വിളിച്ചവരൊക്കെ ഓക്കെയാണ്. ഞങ്ങളുടെ ജനകീയ അമ്മയല്ലേ. അതെ, നമ്മൾ വിളിക്കുന്ന ചേച്ചി എന്നാണെങ്കിലും എല്ലാവരുടെയും അമ്മയാണ് അല്ലേ. അദ്ദേഹം ആദ്യം അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു, പിന്നെയാണ് പ്രൊഡ്യൂസർ ആയത്. ശരി. അന്നും ആ ബുക്കിൽ പിന്നെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, സുമാരി ചേച്ചി കണ്ടിന്യൂറ്റി എഴുതും. സുമാരി ചേച്ചി തല നേരെ വകിടെടുത്ത് തുമ്പിൽ കെട്ടിയിട്ടിട്ടുണ്ട്, എൻ്റെ അമ്മയെ പോലെ ബ്രാക്കറ്റിൽ. കണ്ടിന്യൂറ്റി അങ്ങനെ എഴുതുമായിരുന്നു അല്ലേ. അത് മാത്രമല്ല, എന്നെ ഏതൊക്കെ സദസ്സിൽ ചേച്ചി നാട്ടിക്കാമോ ഇത് ഈ പദം പറഞ്ഞു തന്നെയാണ് ചെയ്തത്. അല്ല, ഇത് നല്ല കാര്യമല്ല അല്ലേ, നമുക്ക് എല്ലാവരും അപ്രീസിയേഷൻ തോന്നുന്ന ഒരു കാര്യമാണ് അല്ലേ. സേനനെ എത്ര കാലമായിട്ട് അറിയാം? ഞാൻ ആദ്യമായിട്ട് എൻ്റെ ബ്രദറുള്ള സുരേഷ് പ്രൊഡ്യൂസ് ചെയ്ത് കൂലി എന്നുള്ള സിനിമയിൽ അന്ന് തൊട്ട് കണ്ടു തുടങ്ങിയാണ്. അന്ന് തൊട്ട് എനിക്ക് അമ്മയാണ്, ചേച്ചിയാണ്, സുഹൃത്താണ്, അനിയത്തിയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അനിയത്തി എന്നൊക്കെ വിളിക്കും. അപ്പോൾ ഒരു ചെറിയൊരു വിളിയുണ്ട്, എന്തോ എന്ന് വിളി കേൾക്കുന്ന അതൊരു കേൾക്കുമ്പോൾ ഒരു സുഖമാണ്. ചേച്ചി എന്ന് വിളിക്കുമ്പോഴും അതിൻ്റേതായുള്ളൊരു സുഖമുണ്ട്. ഒരമ്മയായിട്ടില്ല. ഞങ്ങളുടെ ഹോട്ടലിൽ വന്നു കഴിഞ്ഞാൽ ചേച്ചിയാണ് അവിടെ, സ്വന്തം വീട് പോലെയാണ്, ചേച്ചിയാണ് അവിടെ ആള്. എനിക്ക് പോലും സ്ഥാനം ഉണ്ടോ സംശയമാണ്. എനിക്ക് ചിലപ്പോൾ ഒക്കെ ശ്രദ്ധിക്കാറുണ്ട്, ചേച്ചി എന്നെ ചില കാര്യങ്ങൾ ഉപദേശിക്കാറുണ്ട്. ഞാൻ ഒരു ദിവസം ഹോട്ടലിൽ ചെല്ലുമ്പോൾ ഇത്ര നേരത്തൊരു കമ്പുമായിട്ട് നിൽക്കുക. അപ്പം ഞാൻ ചോദിച്ചു, എന്താ ചേച്ചി കമ്പ്? സ്റ്റാഫിനെ തല്ലാനാണോ എന്ന് ചോദിച്ചു. പറഞ്ഞു അല്ല. അപ്പം പിന്നെ എന്നെ തല്ലാനാണോ എന്ന് വെച്ചാൽ അതുമല്ല. അപ്പോൾ എന്തിനാന്ന് വെച്ചാൽ സ്വിച്ച്, കൺട്രോൾ സ്വിച്ച് ഏറ്റവും മുകളിലായിരിക്കുന്നത്. അപ്പോൾ ചേച്ചിക്ക് അണയ്ക്കാനൊക്കത്തില്ല. അപ്പോൾ ചേച്ചി കമ്പുമായിട്ട് പോവുകയാണ് ഈ അണയ്ക്കാനായിട്ട്. എന്തിനാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, വെറുതെ കറണ്ട് കളയാൻ പാടില്ല. അതാണ് ചേച്ചിയുടെ ഒരു സൗഹൃദം അന്ന് തൊട്ട്, പണ്ട് തൊട്ട്. എങ്ങനെ അതുകൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ സ്ഥാപനത്തിൽ എന്നെക്കാൾ സ്ഥാനം ചേച്ചിക്കാന്ന് തോന്നുന്നു. എൻ്റെ പല ഒരു അവാർഡ്സും അദ്ദേഹത്തിൻ്റെ റൂമിലുണ്ട്. അത് പറയാം, അത് ഒരെണ്ണം പറയണമല്ലോ. ചേച്ചിക്ക് ഒരു സംഘടനയുടെ പേര് പറയുന്നതിൽ ഒരു അവാർഡ് കൊടുത്തു. ചേച്ചി ഒരു ദിവസം എൻ്റെ മുറിയിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇത് എൻ്റെ ഓർമ്മയ്ക്കായിരിക്കട്ടെ. അതിപ്പോഴും എൻ്റെ മുറിയിൽ അങ്ങനെ സൂക്ഷിച്ചു. പലരും എന്നോട് ചോദിക്കാറുണ്ട്, സുമാരി ചേച്ചി അവാർഡ് എങ്ങനെയാണ് സേനൻ്റെ മുറി വന്നതെന്ന്. ഞാൻ പറഞ്ഞു, ഒരു സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ടുള്ളതാണ്. അത് ഒരു മൊമെന്റോ ആണല്ലോ. പിന്നെ തീർച്ചയായും ഓർമ്മയാണ് ഉണ്ടാകേണ്ടത്. അത് ചേച്ചിക്ക് കിട്ടിയ വലിയൊരു അംഗീകാരം, ആ വലിയ അംഗീകാരത്തോടുകൂടി എനിക്ക് തരും. അത് ഞാനിപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഉണ്ണിയുടെ മിക്കവാറും എല്ലാ സിനിമയിലും ചേച്ചി അഭിനയിച്ചാണോ അല്ലേ? എൻ്റെ മിക്കവാറും എല്ലാ സിനിമയിലും ഇല്ല, 1-2 സിനിമ വെച്ച് ബാക്കി എല്ലാത്തിലും ചേച്ചിയുണ്ട്. ആധാരത്തിലാണ് നമ്മൾ ആദ്യമായിട്ട്, നല്ലൊരു പടമായിരുന്നു. ആധാരത്തിൽ ആ മുരളി ഹീറോ ആയിട്ട് അഭിനയിച്ച സിനിമയിലാണ്. നല്ലൊരു പടമായിരുന്നു. പിന്നെ ചേച്ചിയെ വെച്ചൊരു ചിത്രം നിർമ്മിക്കുക എന്ന് പറയുന്നത് ഒരു നിർമ്മാതാവിന് ഒരു ടെൻഷനും ചേച്ചിയുടെ കാര്യത്തിലുണ്ടാവില്ല. ഏത് സെറ്റിൽ നിന്നായാലും ശരി, ആ പറഞ്ഞ സമയത്ത് നമ്മുടെ സെറ്റിലുണ്ടാവും. നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാതെ ആയിരിക്കും പോകുന്നത്. ആണ്. അത് ചേച്ചി തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഫൈനലൈസ് ചെയ്ത് ഏതൊക്കെ എടുക്കാൻ പോകുന്നു, എങ്ങനെ എടുക്കാൻ പറ്റും, ഞാൻ ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റും, ഇതെല്ലാം നോക്കി ഡയറക്ടറുമായിട്ടും പ്രൊഡ്യൂസറുമായിട്ടും സംസാരിച്ച് ഒരു ധാരണയിലെത്തി ചേച്ചി പോകുന്നതും തിരിച്ചു വരുന്നതും ഒന്നും ഒരു പ്രൊഡ്യൂസർക്ക്, ഒരു ഡയറക്ടർക്കോ, സെറ്റിലുള്ള ബാക്കിയുള്ളവർക്കോ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അത്ര പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്ത്. എങ്ങനെയാണ് ചേച്ചി ഇതൊക്കെ മാനേജ് ചെയ്യുന്നത്? ചേച്ചിക്ക് ഒരു അസിസ്റ്റന്റ് പോലും ഇല്ല. ഞാൻ ചേച്ചിയോട് ചോദിക്കാറുണ്ട്, എല്ലാവരും കൂടെ വരുമ്പോൾ ഒരു 1, 2, ഇപ്പം 3, 4, 5 പേരൊക്കെ കൊണ്ടുവരുന്നുണ്ട് പലരും. ചേച്ചിക്ക് ഇപ്പോഴും ഒരു അസിസ്റ്റന്റ്. എന്താണ് ചേച്ചി അങ്ങനെ ഒരു അസിസ്റ്റന്റിനെ കൊണ്ടു നടക്കാത്തത്? എൻ്റെ ജോലി ഞാൻ ചെയ്യുന്നു, അത് ഇനി ഒരാളടുത്ത് പറഞ്ഞ് ചെയ്യിപ്പിക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് അതിനേയും കാട്ടി സ്ട്രെയിനാണ്. അപ്പം നമ്മൾ ചെയ്യുന്നതല്ലേ ഈസി. പിന്നെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് ഹെൽത്തി ആയിരിക്കാം എന്നുള്ള ഒരു. എനിക്ക് ചേച്ചിയുടെ ഒരു വലിയൊരു പ്രത്യേകത ഞാൻ കണ്ടിട്ടുള്ളത്, ചേച്ചിക്ക് അങ്ങോട്ട് കൊടുക്കുന്ന ബഹുമാനത്തിനേക്കാൾ ചേച്ചി തിരിച്ചിങ്ങോട്ട് തരും. അത് സെറ്റിലൊക്കെ ചെന്നാൽ കാണാം. ഒരാളങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ചേച്ചിയായിരിക്കും അങ്ങോട്ട് ബഹുമാനിക്കുക. നമ്മൾ അങ്ങോട്ട് ബഹുമാനിക്കാൻ പോകുന്നതിന് മുമ്പേ ചേച്ചിയുടെ ബഹുമാനം ഇങ്ങോട്ട് വന്നു കഴിയും. അത് സാധാരണ ആരുടെയും കാണാത്തൊരു. ഊണിന് പ്രൊഡക്ഷൻ ബോയ്സിൻ്റെ കൂടെ ഇരുന്ന് അവർക്ക് വിളമ്പി കൊടുക്കാനും അവരുടെ കാര്യങ്ങൾ നോക്കാനും ഇതെല്ലാത്തിനും ഓടിയെടുക്കും. അപ്പം ഞാനൊക്കെ വിചാരിച്ചിട്ടുണ്ട്, ചേച്ചി ഈ പ്രായത്തിലും തിരുവനന്തപുരത്ത് ഒരു ലൊക്കേഷൻ ചേച്ചി തിരുവനന്തപുരത്ത് നിന്ന് എങ്ങനെയാണ് ഈ ഷൊർണൂർ വരെ അവിടെ ഇതുവരെയൊക്കെ ഈ യാത്ര ചെയ്തിട്ട് ഒരു ദിവസം അവിടെ വർക്ക് ചെയ്ത് അവിടെ നിന്ന് പൊള്ളാച്ചിക്ക് പോയി അവിടെ നിന്ന് തിരിച്ച് തിരുവനന്തപുരത്ത് വന്നു എങ്ങനെ ഈ ഓടി നടക്കുന്നു എന്നുള്ളത് നമുക്ക് അതിശയം തോന്നും. പക്ഷേ ഇപ്പോഴും എനിക്ക് അത് ചേച്ചിയുടെ ചെറുപ്പമാണ് ചേച്ചിയെ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് എന്നുള്ളതാണ്. ഇത്ര ചെറുപ്പത്തിലും ചേച്ചി ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതാണ്. ഈ സിനിമാ തിയേറ്ററില് എനിക്ക് തോന്നുന്നു ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ചിരിപ്പിക്കുന്ന ചേച്ചിയാണ്. പൂച്ചയ്ക്കൊരു മുക്കുത്തി എന്നുള്ള ഒരു സിനിമ ഇന്നും വളരെ ഫ്രഷ് ആയിട്ട് ഓടുന്ന ഒരു സിനിമയാണ്. അതിനകത്ത് ഹീറോയിൻ ചേച്ചിയാണ്. പ്രിയന്റെ ഫസ്റ്റ് ഷോട്ട് നമ്മുടെ
പടി ഇറങ്ങി വരുന്നത്. പ്രിയനില്ലാതെ പോയി. അതിനകത്ത് എന്തെല്ലാം ഡാൻസ്, എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും ആ ചേച്ചിയുടെ, അത് പ്രത്യേകം ഒരു അതെ, അത് ഈ ബ്രാഹ്മൺ സ്ത്രീ ആയാലും ആംഗ്ലോ ഇന്ത്യൻ ആയാലും മുടി ബോബി ചെയ്താലും കെട്ടിയാലും മുസ്ലിം ആയാലും എല്ലാം ഓക്കെ, വയസ്സായാലും ചെറുപ്പമായാലും അല്ലേ, ഡിക്കിയമ്മായിയും ഒക്കെയാണ്. ഏതായാലും ഉണ്ണി സേനണ്ണ താങ്ക്സ്. താങ്ക് യു.